ഇതാണ് നമ്മുടെ വാൻറ്റേജ് അക്കൗണ്ടിൻ്റെ ഇൻ്റർഫേസ് വരുന്നത്. ഇതിനകത്ത് നമുക്ക് ഇവിടുന്ന് കണ്ടോ ടോട്ടൽ നമ്മുടെ കയ്യിൽ എല്ലാ അക്കൗണ്ടിലൂടെയും കൂട്ടി എത്ര രൂപയാണെന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതുണ്ട് അക്കൗണ്ട് സെഷനിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന അക്കൗണ്ട്സ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ട്രേഡ് നടക്കുന്ന അക്കൗണ്ട്. അക്കൗണ്ടിൻ്റെ ഐ ഡി നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അത് ഏത് സെർവറിലാണ് കണക്റ്റ് ആയിട്ടുള്ളത് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അതിൻ്റെ ലിവറേജ് എത്രയാണ്, അക്കൗണ്ട് ടൈപ്പ് ഏതാണെന്ന് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് അക്കൗണ്ടിലേയും കൂടെ കൂട്ടിയിട്ട് ഇവിടെ എനിക്ക് ഹോമിൽ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ. ദെൻ ഇവിടെ നമുക്ക് പാസ്വേഡ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അക്കൗണ്ടിൻ്റെ നിക് നെയിം കാര്യങ്ങളൊക്കെ ഇവിടെ ഇടാം. പാസ്വേഡ് നിങ്ങൾക്ക് ഇവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഇപ്പം ഈ ഒരു അക്കൗണ്ടിൽ നമ്മൾ ട്രേഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ ട്രേഡ് എന്നുള്ളൊരു ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സെപ്പറേറ്റ് ആയിട്ടൊരു ടാബ് ഓപ്പൺ ആവുകയും നമുക്ക് ഈ ഒരു ഐ ഡി ആൻഡ് പാസ്വേഡ് ആ ഒരു ലോഗിന് വേണ്ടി കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോർമലി ട്രേഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ചാർട്ട് കാര്യങ്ങളൊക്കെ കാണുന്ന ആ ഒരു ഏരിയയിലേക്ക് മാറും. ഓക്കെ, പിന്നെ നിങ്ങളൊരു പുതിയൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുകൊണ്ട് ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പലതരത്തിലുള്ള അക്കൗണ്ട് കാണാൻ സാധിക്കും. ഇത് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അക്കൗണ്ട് ഐ ഡി, പാസ്വേഡ്, സെർവർ നെയിം ഇതെല്ലാം നിങ്ങളുടെ ഇമെയിലിലേക്കാണ് വരുന്നത്. ഓക്കെ, അപ്പം ഇമെയിലിൽ പോയിട്ട് അത് എടുത്തിട്ട് വേണം നിങ്ങൾ നമുക്കിവിടെ ഷെയർ ചെയ്യുമ്പോൾ തരാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് അത് മാറ്റുകയും ചെയ്യാം. ഓക്കെ, അതായത് അക്കൗണ്ടിൻ്റെ നമ്പർ വെച്ച് മനസ്സിലാക്കിയിട്ട് അത് നമുക്ക് മാറ്റുകയും ചെയ്യാം. ഇതിനകത്തേക്ക് നമുക്കിപ്പം ഒരു $100 ആഡ് ചെയ്ത് ഞാൻ കാണിക്കാം ക്രിപ്റ്റോ വാലറ്റ് വഴി. ഓക്കെ, ഇതിനകത്ത് നമുക്ക് ടോട്ടൽ എത്രയാണ് ഈ ഒരു അക്കൗണ്ടിലേക്ക് മാറ്റാം. ഈ ഒരു $100 കിടക്കുന്ന അക്കൗണ്ടിലേക്ക് ഒരു $100 കൂടെ നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് നേരെ XNSC ഇങ്ങോട്ട് മാറ്റാം. ഓക്കെ, XNSലൂടെ നോക്കി കഴിഞ്ഞാൽ $100 ഈ ഒരു അക്കൗണ്ടിൽ കിടപ്പുണ്ട്, SMTT1. ഓക്കെ, XNSC എന്നല്ല ഏത് പ്ലാറ്റ്ഫോമിൽ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ സാധിക്കും. അതായത് നമ്മൾ അൺനെസസറി ആയിട്ട് ബാങ്കുമായിട്ട് എല്ലാ ട്രാൻസാക്ഷനും പോയി കണക്ട് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. നമ്മൾ ക്രിപ്റ്റോ വാലറ്റ് ഉണ്ടെങ്കിൽ അത് ത്രൂ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. ഓക്കെ, നല്ലൊരു ട്രേഡായിരുന്നു. നമുക്ക് ഇന്നലെ നമ്മൾ ഇവിടെ നിന്നായിരുന്നു ഒരു ഷോർട്ടിൻ്റെ ഒരു ഇനീഷ്യേറ്റ് നടന്നിരുന്നത്. ദെൻ ഈ ഹൈയിൽ എവിടെയോ നമുക്ക് TSL പ്ലേസ് ആയി. ആക്ച്വലി മുകളിലായിരുന്നു TSL ആദ്യം എടുക്കുമ്പോൾ. പിന്നെ ഈ ഒരു മൂവ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ TSL ഇത് ഇവിടെ വന്നു. ദെൻ ഈ ഒരു മൂവ്മെൻറ്റിൽ നമ്മുടെ TSL എക്സിറ്റ് ആയിട്ട് ആൽഗോ നമുക്കിവിടെ എക്സിറ്റ് ആയി. ഓക്കെ, ദെൻ നമ്മളുടെ ടാർഗറ്റ് സൈഡിലേക്ക് തന്നെ പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറേ അക്കൗണ്ട് ആഡ് ചെയ്യാൻ ബാക്കിയുണ്ട്. ഓക്കെ, അതുകൂടെയും കഴിഞ്ഞ് എല്ലാം, അതായത് ടോട്ടൽ ആൾക്കാരുടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളിപ്പോൾ ഓൺ ബോർഡിങ് ക്ലോസ് ചെയ്യുവാണ്. ഇനി ഫ്രഷ് ആയിട്ട് ഇപ്പോൾ ആൾക്കാരെ നമ്മൾ എടുക്കുന്നില്ല. അപ്പം ഇത്രയും പേരുടെ ഫുള്ളി സ്മൂത്ത് ആയിട്ട് നിങ്ങൾ ഒരു ദിവസം പോലും എനിക്ക് മെസ്സേജ് അയക്കാതെ എല്ലാ ദിവസവും ഇവിടെ നിന്ന് കറക്റ്റ് ആയിട്ടുള്ള റണ്ണ് നമുക്ക് നടക്കുന്ന രീതിയിലുള്ളൊരു സെറ്റപ്പാണ് വരുന്നത്. ഇപ്പം നമ്മൾ വാൻറ്റേജിലേക്ക് മാറിക്കഴിഞ്ഞപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് സീറോ എററാണ് വരുന്നത്. കുറച്ച് അക്കൗണ്ടിൽ മാത്രം ഫണ്ട് ഇല്ലാത്തതുകൊണ്ടുള്ള ഇഷ്യൂ ആണ് അവിടെ ഉള്ളത്. ഓക്കെ, അത് കഴിഞ്ഞ് വൈകിട്ട് ഞാനും ഇവിടെ നിന്ന് ഒരു പേഴ്സണലായിട്ടുള്ളൊരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ദെൻ നമുക്കിത് ഇപ്പോഴും ഒരു എൻട്രി മുകളിലേക്കുള്ളത് അൽഗോയുടെ സിഗ്നൽ ഉണ്ടായിരുന്നു. ബട്ട് അത് ഇപ്പോഴും കുറേ ആൾക്കാരുടെ പെൻഡിങ് ആണ്. അതുകൂടെ ഒന്ന് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ എല്ലാവർക്കും കൂടി ഒരുമിച്ച് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതിനകത്ത് കൈകടത്താതെ തന്നെ അത് ഫുള്ളായിട്ട് എല്ലാവർക്കും ഒരു പ്രശ്നവുമില്ലാതെ മിനിമം 1 to 5 എൻട്രീസ് പെർ ഡേ അതതിൻ്റെ രീതിയിൽ ഓടിക്കൊണ്ടിരുന്നോളും. ഓക്കെ, നിങ്ങൾ എനിക്ക് സ്ക്രീൻഷോട്ട് മാത്രം അയച്ചു തന്നാൽ മതി. നിങ്ങളുടെ കയ്യിൽ ഇതിൻ്റെ ഡാഷ്ബോർഡും വരും. നിങ്ങൾക്ക് ലോട്ട് സൈസും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും റിന്യൂവലും എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും അത് നിങ്ങൾക്ക് തരുന്നത്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ഇതിനകത്തുനിന്ന് $100 ഈ വാൻറ്റേജിലേക്ക് മാറ്റാം. ഓക്കെ, അതിന് നമുക്ക് ആദ്യം പോകേണ്ടത് എന്താണ്, അതിന് നമുക്ക് ഇതിൻ്റെ പേഴ്സണൽ ഏരിയയിൽ പോകണം. പേഴ്സണൽ ഏരിയ ഇതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പേഴ്സണൽ ഏരിയ ഓപ്പൺ ആകും. പേഴ്സണൽ ഏരിയയിൽ നോക്കിക്കഴിഞ്ഞാൽ ക്രിപ്റ്റോ വാലറ്റിൽ നമ്മൾ വരിക. നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TRC20 ആണ്. ഓക്കെ, എന്തിയ TRC20 ഇതാണ്, ഈ ഒരു മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വളരെ സിമ്പിളാണ്, ചെറിയൊരു കമ്മീഷനോട് വരത്തുള്ളൂ. ഓക്കെ, അതിനകത്ത് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ 0 USDT ആണ് അതിലുള്ളത്. ഓക്കെ, അതിനകത്ത് പൈസ ഇല്ല. പൈസ എവിടെയാണ് കിടക്കുന്നത്, നമ്മളുടെ ഈ അക്കൗണ്ടിലാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ അക്കൗണ്ടിൽ നമുക്ക് എങ്ങോട്ട് മാറ്റണം, അതിൽ നിന്ന് നമ്മൾ മണി ട്രാൻസ്ഫർ ചെയ്ത് ഈ വാലറ്റിലേക്ക് കൊണ്ടുവരണം. ഓക്കെ, വാലറ്റ് അല്ലാതെ നമുക്ക് വിഡ്രോവൽ എന്തൊക്കെയുണ്ട്, ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ബാങ്കിങ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഡിപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി
നോർമലി UPI കാണിക്കും. ബാക്കി ഇത്രയും കാര്യങ്ങൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിനകത്തുനിന്ന് ഞാൻ ഈ ഒരു TRC20 മെത്തേഡിനാണ് എടുക്കുന്നത്. സോ അതിൻ്റെ ക്രിപ്റ്റോ വാലറ്റിൽ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് ക്യാഷ് ഉള്ളതായിട്ട് കാണുന്നില്ല അല്ലേ? അതുകൊണ്ട് ഇതിനകത്ത് 0 ആണ്. സോ നമ്മൾ ആദ്യം എന്താണ് ഇതിലേക്ക് ഫണ്ടിനെ ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ, അപ്പം ഇതിലേക്ക് നമ്മൾ ഈ വാലറ്റിലേക്ക് ഫണ്ടിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ കുറേ ആൾക്കാർക്ക് ഇഷ്യൂ വരും. വാലറ്റ് ആക്ടിവേറ്റ് അല്ല, അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഈ ഒരു വാലറ്റിലേക്ക് നിങ്ങൾ ക്യാഷ് ഇട്ടിട്ടില്ലെന്നുള്ളൊരു എറർ കാണിക്കാൻ ചാൻസ് ഉണ്ട്. അതിന് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ബിനാൻസിൽ എല്ലാവർക്കും അക്കൗണ്ട് കാണുമല്ലോ. അതിൽ പോയിട്ട് അതിൽ നിന്നും ഒരു 10 USDT അല്ലെങ്കിൽ ഒരു 5 USDT വാങ്ങിയിട്ട് ഈ ഒരു ഐഡിയിലേക്ക്, അതായത് ഇതിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്യുക. ഓക്കെ, അതായത് ബിനാൻസിൽ നമ്മൾ ബൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ കാണിക്കും 5 USDT നിങ്ങൾക്ക് അവൈലബിൾ ആണെന്ന് കാണിക്കും. അവിടെ നിന്ന് നമ്മൾ എന്താണ് സെൻഡ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ അവിടെ നിന്ന് നമ്മളതിനെ വിഡ്രോ ചെയ്തിട്ട് ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യും. ഓക്കെ, ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? നമ്മൾ ബിനാൻസിൽ പോയി കഴിയുമ്പോൾ ബിനാൻസിൽ നമ്മൾ വിഡ്രോ കൊടുത്തു കഴിയുമ്പം അവിടെ ഈ ഒരു ഐഡിയുടെ ഈ ഐഡിയിലേക്കാണല്ലോ നമ്മൾ ആഡ് ആക്കുന്നത്. ഫോണിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ 5 USD സെൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് ഫണ്ട് വരും. ഈ വാലറ്റ് അപ്പോൾ ആക്ടിവേറ്റ് ആവും. ഓക്കെ, നിങ്ങൾ അല്ലാതെ ചെയ്യുവാണെങ്കിൽ ഈ ഒരു കോഡ് ഉണ്ടല്ലോ, ഇത് ഇവിടെ നിന്ന് കോപ്പി ചെയ്തിട്ട് ബിനാൻസിൽ നമ്മൾ സെൻഡ് ചെയ്യുന്ന സമയത്ത് ഇത് അവിടെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് സെൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ആദ്യം നമുക്ക് ഇതിലേക്ക് ഫണ്ട് ആഡ് ചെയ്യാം. ഓക്കെ, ട്രാൻസ്ഫർ ആണല്ലോ ചെയ്യേണ്ടത്, കാരണം ഇൻറ്റേർണലി നടക്കുന്ന കാര്യങ്ങളാണല്ലോ, ബിറ്റ്വീൻ യുവർ അക്കൗണ്ട്സ് ആണത്. ഓക്കെ, ഫ്രം അക്കൗണ്ട് ഏതാണ്? ഇതിലാണല്ലോ 100 USD കിടക്കുന്നത്. 100 USD ടു ക്രിപ്റ്റോ വാലറ്റ് TRC20. ഓക്കെ, $100 ആദ്യം ഞാൻ ഇങ്ങോട്ട് മാറ്റുവാണ്. ഓക്കെ, അത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ട്രാൻസാക്ഷൻ ഡൺ ആയിരിക്കും. കണ്ടില്ലേ? ഇതിന് നമ്മളുടെ അക്കൗണ്ടിൽ തന്നെ നടക്കുന്നതുകൊണ്ട് നമുക്ക് വേറെ ഇഷ്യൂ ഒന്നുമില്ല. അപ്പോൾ തന്നെ ഇങ്ങോട്ട് മാറി ക്രിപ്റ്റോ വാലറ്റിൽ വന്നപ്പോൾ നമുക്ക് 100 USD നമ്മുടെ വാലറ്റിൽ കാണിക്കുന്നുണ്ട്. എവിടെ നിന്നാണ്? നമ്മളുടെ അക്കൗണ്ടിൽ നിന്ന് അത് പോയിട്ടുണ്ട്. കണ്ടില്ലേ? പോയി വാലറ്റിൽ വന്നു. ഇനി നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമുക്ക് എങ്ങോട്ടാണ് ഇതിനി അയക്കേണ്ടത്? നമുക്ക് ഈ ഒരു അക്കൗണ്ടിലേക്കാണ് അയക്കേണ്ടത്. ആ അക്കൗണ്ട് വാൻറ്റേജിൻ്റെ അക്കൗണ്ടാണ്. ഈ ഒരു ഐഡിയിലേക്ക് നമുക്ക് അയക്കണം. സോ നമ്മൾ ഇവിടെ വന്നിട്ട് ഇതിൽ ഡിപ്പോസിറ്റ് ആണ് കൊടുക്കേണ്ടത് അല്ലേ? ഇതിൽ നമ്മൾ ഡിപ്പോസിറ്റ് കൊടുക്കുന്നു. ഡിപ്പോസിറ്റ് കൊടുത്തു കഴിയുമ്പോൾ അക്കൗണ്ട് ID കാണിക്കും. എമൗണ്ട് എത്രയാണ്? നമുക്ക് $100 ആണ് അയക്കേണ്ടത് അല്ലേ? $100 നമ്മൾ കൊടുക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് പലതരത്തിലുള്ള ഡിപ്പോസിറ്റ് മെത്തേഡ് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇതുണ്ടോ? ബാങ്ക് ഉണ്ട്, ഡെബിറ്റ് കാർഡ് ഉണ്ട്, വാലറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്, ക്രെഡിറ്റ് കാർഡ് നിങ്ങൾക്ക് ഇവിടെ ഉണ്ട്, ക്രിപ്റ്റോ കറൻസി ഉണ്ട്. ഞാൻ ക്രിപ്റ്റോ കറൻസിയിൽ പോയിട്ട് USDT TRC20 ക്ലിക്ക് ചെയ്തു, കണ്ടിന്യൂ കൊടുക്കുന്നു. ഓക്കെ, സോ നമുക്കിവിടെ എന്താണ്? അഡ്രസ്സ് കിട്ടി. ഈ അഡ്രസ്സിലേക്കാണ് നമുക്ക് അയക്കേണ്ടത്. അതിൻ്റെ കോഡാണ് ഇത്. ഓക്കെ, അത് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഇനി പേഴ്സണലിൽ വന്നു. ഇവിടെ നിന്ന് നമ്മൾ എന്താണ്? വിഡ്രോ ആണ്, കാരണം അവിടെ ഡിപ്പോസിറ്റ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വാലറ്റിൽ നിന്ന് നമ്മൾ വിഡ്രോ ആണ് കൊടുക്കുന്നത്. ഓക്കെ, വിഡ്രോ കൊടുത്തു. മെത്തേഡ് എന്താണ്? സെയിം TRC20 മെത്തേഡ്. എക്സ്റ്റേണൽ വാലറ്റ് അല്ലെങ്കിൽ ആ അക്കൗണ്ടിൻ്റെ ID ഏതാണെന്ന് നമുക്കറിയാം. അതിവിടെ നിന്ന് ഞാൻ പേസ്റ്റ് ചെയ്തു. എവിടെ നിന്നാണ് പോകേണ്ടത്? നമ്മളുടെ 100 USD കിടക്കുന്ന വാലറ്റിൽ നിന്നാണ് പോകേണ്ടത്. നമ്മളിവിടെ 100 USD കൊടുക്കുവാണ്. ഓക്കെ, കണ്ടിന്യൂ. ഇനി നമുക്ക് ഓതൻറ്റിഫിക്കേഷനും കാര്യങ്ങളും ഒക്കെ കൊടുക്കണം. അതായത് നിങ്ങൾക്ക് പാസ്വേഡ് കാര്യങ്ങളൊക്കെ, പാസ്വേഡ് അല്ല OTP ഒക്കെ വരും, അതൊക്കെ ഒന്ന് കൊടുക്കണം. ഇപ്പം XNSനകത്ത് എനിക്ക് ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, പോപ്പപ്പ് വരും. അത് ഞാനിവിടെ പെർമിറ്റ് ചെയ്യും. ഓക്കെ, കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കൺഫേം ആയി. ഹിസ്റ്ററിയിൽ നമുക്ക് പോയി നോക്കുമ്പോൾ ഇവിടെ ഇനി പ്രോസസ്സിങ് കാണിക്കും. ഇതുണ്ടോ? പ്രോസസ്സിങ് USDT മൈനസ് ആയിട്ടുണ്ട്. എവിടെ നിന്ന്? നമ്മളുടെ വാലറ്റിൽ നിന്ന് മൈനസ് ആയി. ഇവിടെ ക്രെഡിറ്റ് ആയോ? ക്രെഡിറ്റ് ആയിട്ടില്ല. ഇവിടെ നമുക്ക് സബ്മിറ്റ് കൊടുത്തേക്കാം. ലാസ്റ്റ് ഇവിടെ കണ്ടോ? നിങ്ങൾക്ക് ഫണ്ടിൻ്റെ ഏരിയയിൽ നോക്കിക്കഴിഞ്ഞാൽ ഹിസ്റ്ററി കാണാൻ സാധിക്കും. ആ ഹിസ്റ്ററിയിൽ പോയി കഴിഞ്ഞാൽ നമ്മളിപ്പം ആഡ് ചെയ്യാൻ ശ്രമിച്ചത് പ്രോസസ്സിങ്ങിലാണെന്നുള്ളത് കാണിക്കുന്നുണ്ട്. കണ്ടില്ലേ? കുറച്ച് നേരം കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്രെഡിറ്റ് ആയതായിട്ട് മെയിൽ വരും. അത് ക്രെഡിറ്റ് ആവും. ഞാൻ ക്രെഡിറ്റ് ആയതും കാണിക്കാം. ഇതുകൊണ്ട് ഇപ്പോൾ എനിക്കൊരു മെയിൽ വന്നു, സക്സസ് ആയിട്ടുണ്ട്. വിത്തിൻ 5 മിനിറ്റ് പോലും എടുത്തിട്ടില്ല. അപ്പോൾ ഈ എമൗണ്ട് നമുക്ക് ഇവിടെ റിഫ്ലക്റ്റ് ആയിട്ടുണ്ട്. അക്കൗണ്ടിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇപ്പം $202 ആയി. മനസ്സിലായില്ലേ? വളരെ സിമ്പിളാണ്.
ഇനി ഇതിനകത്ത് നമ്മൾ വാലറ്റിലോട്ട് ചേഞ്ച് ചെയ്തിട്ട്, അതായത് വേറെ ഏതെങ്കിലും വാലറ്റിലോട്ട്, ബിനാൻസോ അല്ലെങ്കിൽ ട്രസ്റ്റ് വാലറ്റ് എന്നൊക്കെ പറയുന്ന പരിപാടികളുണ്ടല്ലോ, ആപ്ലിക്കേഷൻസ് ഉണ്ടല്ലോ, അതിലേക്ക് ആഡ് ചെയ്തിട്ട് കൂടി ചെയ്യാം. ഓക്കെ, ഇത് വളരെ സിമ്പിൾ സ്റ്റെപ്പാണ്.